തീർത്തും നിസ്സഹായാവസ്ഥയിലൂടെയാണ് ഷിജുവിൻ്റെ കുടുംബം ഇപ്പോൾ കടന്നുപോകുന്നത്. 21-കാരനായ മകന്റെ തുടർ ചികിത്സ, ഇതിനോടകം വന്ന ലക്ഷങ്ങളുടെ കടം. ഈ ഭീമമായ തുകയ്ക്കിനി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസത്തിലാണ് ഈ കുടുംബം. നിലവിലിപ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇതുവരെ ഇപ്പോൾ ചികിത്സ പൈസ 10 ലക്ഷം ഉൾപ്പെടെ ഞാൻ തന്നെ കടബാധ്യതയിലാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടൊക്കെയാണ് മോനെ ചികിത്സിച്ചത്. ഇപ്പോൾ തുടർ ചികിത്സക്കും 10 ലക്ഷം ഉൾപ്പെടെ ഇനിയും വേണം. ഇപ്പോഴുള്ള ചികിത്സക്ക് തന്നെ 10 ലക്ഷം ഉറുപ്പ്യ ഇപ്പോൾ ബ്ലോക്കായി കിടക്കുക. പിറന്ന് 7-ാം മാസത്തിലാണ് സ്നേഹാൻ കപിലിന്റെ അസുഖം തിരിച്ചറിഞ്ഞത്. ഉള്ളതെല്ലാം വിറ്റുപിറക്കി ചികിത്സ നടത്തി. ഇതിനിടെ കൂലിപ്പണിക്കാരനായ പിതാവിനെ തേടി വൃക്കരോഗവും എത്തി. ഇതോടെയാണ് മുന്നോട്ടുള്ള ജീവിതം ഇനി എങ്ങനെ എന്നറിയാതെ കുടുംബം അങ്കലാപ്പിലായത്. വൃക്ക മാറ്റിവെച്ചതിനാൽ അറിയുന്ന പണിയൊന്നും ഷിജുവിനി ചെയ്യാനുമാവില്ല. ഇതോടെ ബിരുദ വിദ്യാർത്ഥിയായ മകളുടെ പഠനമടക്കം കുടുംബത്തിന്റെ ഭാവിയും എല്ലാം പ്രതിസന്ധിയിലായ അവസ്ഥയിലാണ്. സുഖടക്കൊന്ന് മാറിയെന്ന് രക്ഷപ്പെട്ട ഞങ്ങൾക്കാണെങ്കിൽ അച്ഛൻ്റെ അടുത്തും പോയി ഒന്നും ചോദിക്കാനും ആരടുത്തേക്ക് ഒന്നിനും പോവാനില്ല, ആരും സഹായിക്കാനും ആരില്ല. ഈ വീടും ഈ കുടുംബവും മോനും സുഖടക്കൊന്ന് മാറി നല്ല ഇതായ മതി. നിലവിൽ 6ഓളം ബാങ്കിലായാണ് കടങ്ങളുള്ളത്. സുമനസുകളുടെ സഹായത്തോടെ വീടിന്റെ ജപ്തി ഒഴിവായി. ഇനി തുടർ ചികിത്സയ്ക്കും കടം വീടാനുമായി വേണ്ടത് 20 ലക്ഷം രൂപയാണ്. ഇനി ആരോട് സഹായം തേടണമെന്നറിയാതെ അങ്കലാപ്പിലാണ് ഈ കുടുംബം. സുമനസുകളുടെ സഹായമാണ് ആകെയുള്ള പ്രതീക്ഷ. കൈരളി ന്യൂസ്, കോഴിക്കോട്.